അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് നാം കടക്കുകയാണ്. ദുൽഹിജ്ജയിൽ ശ്രേഷ്ഠമായ ബലിപെരുന്നാൾ ദിനങ്ങളും ഹജ്ജിന്റെ ശ്രേഷ്ഠമായ കർമ്മങ്ങളുമാണ് നടക്കുന്നത്. ബലിപെരുന്നാളിൽ നാം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്ന് പറയുന്നത് ഉളുഹിയ്യത്ത് കർമ്മമാണ്. ഉളുഹിയ്യത്ത് നൽകുന്ന സന്ദേശം അത് ത്യാഗത്തിൻ്റെതാണ്, സമർപ്പണത്തിൻ്റെതാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ പ്രവാചകനാണ്. എല്ലാ പ്രതിസന്ധികളെയും പരീക്ഷണങ്ങളെയും ഈമാനിക കരുത്തുകൊണ്ട് അതിജീവിച്ചു മുന്നോട്ട് പോയി. അവസാന ഘട്ടത്തിലാണ് തനിക്കൊരു കുഞ്ഞു ജനിക്കുന്നതും ആ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ ഇസ്മായിൽ അലിഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കുവാനുള്ള ആഹ്വാനമുണ്ടാകുന്നതും ആ സമയത്ത് ആ ആഹ്വാനത്തെയും വളരെ ക്ഷമയോടുകൂടി ഈമാനികമായിട്ടുള്ള കരുത്തോടുകൂടി അതിനെ സ്വീകരിച്ചു. ഇസ്മായിൽ അലി സ്വലാത്തു വസ്സലാമിനെ അറുക്കുവാനുള്ള ഓർഡർ വന്നപ്പോൾ അതിനെ ഏറ്റെടുത്തുകൊണ്ട് അറുക്കുവാൻ വേണ്ടി സന്നദ്ധനായിട്ടുള്ള ഒരു പിതാവിന്റെ സമർപ്പണത്തിന്റെ, ത്യാഗത്തിന്റെ, സാക്രിഫൈസിന്റെ ചരിത്രമാണ് ഉളുഹിയ്യത്ത്. ആ സമർപ്പണത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം ഒരാടിനറുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഉളുഹിയ്യത്ത് എന്നുള്ള കർമ്മം നമ്മിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ബലിപെരുന്നാളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമല് ഉളുഹിയ്യത്ത് കർമ്മം തന്നെയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫസല്ലി ലി റബ്ബിക വൻഹർ. പെരുന്നാൾ നിസ്കരിക്കുകയും അതോടൊപ്പം തന്നെ ഉളുഹിയ്യത്ത് കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ ആഹ്വാനം നൽകുകയുണ്ടായി. ഉളുഹിയ്യത്ത് അറുത്തത് കൊണ്ട് വലിയ ശ്രേഷ്ഠമാണ്, വലിയ ഫളലാണ്, വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉളുഹിയ്യത്ത് കർമ്മത്തിലൂടെ പ്രധാനമായി രണ്ട് ഗുണങ്ങൾ ലഭിക്കുകയാണ്. ഒന്ന്, ധാരാളം പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ശത്രുക്കളിൽ നിന്നുള്ള കാവൽ ഉളുഹിയ്യത്ത് കർമ്മത്തിലൂടെ ലഭിക്കും എന്നും പരിശുദ്ധമായ ദീന് നമ്മെ പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ അമില ബിൻ ആദം യൗമൻ നഹരി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്സ വജല്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത് പെരുന്നാൾ ദിനത്തിൽ ഉളുഹിയ്യത്ത് കർമ്മത്തേക്കാൾ ശ്രേഷ്ഠമായ അഫ്ളലായ മറ്റൊരു അമലുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പെരുന്നാളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അമല് ഉളുഹിയ്യത്ത് കർമ്മം തന്നെയാണ്. മാത്രമല്ല പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉളുഹിയ്യത്ത് അറുത്ത മൃഗത്തിന്റെ ശരീരത്തിൽ എത്ര രോമങ്ങളുണ്ടോ ആ രോമത്തിന് തുല്യമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉളുഹിയ്യത്ത് കർമ്മം നിർവഹിച്ച ആൾക്ക് നൽകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നിട്ടില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നരകത്തിൽ നിന്നുള്ള കാവലാണ്. മൻ ലഹ ത്വയ്യിബതൻ ബിഹാ നഫ്സഹു. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുഹ്തസിബൻ ലിഉളുഹിയ്യതിഹി കാനത് ലഹു ഹിജാബൻ മിനൻ നാർ. നരകത്തിൽ നിന്നുള്ള ഒരു മറയാണ് ഉളുഹിയ്യത്ത് കർമ്മമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ നിങ്ങൾക്കുള്ള വാഹനമാണ്. അദ്ദിമു ലഹയാകും ഫഇന്നഹാ അല സിറാത്തി മതായാകും. നിങ്ങൾ നിങ്ങളുടെ ഉളുഹിയ്യത്ത് അറുക്കുന്ന മൃഗത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. കാരണം നാളെ സിറാത്ത് പാലം കടക്കുമ്പോൾ നിങ്ങൾക്കുള്ള വാഹനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ നിന്നെല്ലാം ഉളുഹിയ്യത്തിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുകയാണ്. പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉളുഹിയ്യത്ത് അറുക്കുമായിരുന്നു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 മൃഗങ്ങളെ വരെ ഉളുഹിയ്യത്ത് അറുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വലിയ പുണ്യകർമ്മം, ഉളുഹിയ്യത്ത് എന്നുള്ള ഈ പുണ്യകർമ്മം ചെയ്യാൻ നാം ശ്രമിക്കണം. ഉളുഹിയ്യത്ത് അറുക്കൽ മുഅക്കദായ സുന്നത്താണ്. മുഅക്കദായ സുന്നത്താണ്, അഥവാ ഫർളിന്റെ അതേ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഫർള് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷയുണ്ട്, പക്ഷെ ഇതിന് ശിക്ഷയില്ല. പക്ഷെ കൂലി ഫർളിന്റെ അതേ കൂലിയാണ്, മുഅക്കദായ സുന്നത്താണ്. അതുകൊണ്ട് തന്നെ നാം ഈ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കെടുത്ത്
ഈ വലിയ പ്രതിഫലം നാം വാരിക്കൂട്ടണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.